ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുമ്പളങ്ങയും മാങ്ങയും വെച്ച് പച്ചമാങ്ങയും വെച്ചിട്ട് ഉള്ള ഒരു മോര് കറിയാണ്. അതിനായി കുമ്പളങ്ങയും മാങ്ങയും വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. പിന്നീട് അതിനുള്ളൊരു അരപ്പ് തയ്യാറാക്കാനാണ്. അതിനായി മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ 3/4 ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫൈനായി ഒന്ന് വെള്ളം ചേർത്ത് നല്ല ഫൈനായി ഒന്ന് അരച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അല്ലി കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറുവേപ്പില, വറ്റൽമുളക്, കറുവേപ്പില എന്നിവ ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഒന്ന് പച്ചമണം വരുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. മോര് കറിക്കുള്ള കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ജാറ് കഴുകിയതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കിയെടുക്കാം. ആവശ്യത്തിനുള്ള തൈര് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്താണ്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കി, ഉപ്പില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പിൻ്റെയും പുളിയുടെയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ശർക്കര കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര കൂടി ചേർത്ത് കൊടുത്ത് മോര് കറി ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും അമ്മാസ് വ്ലോഗ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. കറിയെല്ലാം റെഡിയായി. അതിലേക്ക് താളിപ്പ് തയ്യാറാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചൂടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മോര് കറിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണം. സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. മോര് കറി റെഡിയായി സെർവ് ചെയ്തിട്ടുണ്ട്.